തിരുവനന്തപുരം നെടുമങ്ങാട്ട് ജില്ലാ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയക്കിടെ കുഞ്ഞു മരിച്ചതിൽ ഡോക്ടർ ബിന്ദു സുന്ദറിനെ സ്ഥലം മാറ്റി. ബന്ധുക്കളുടെയും വിവിധ രാഷ്ട്രീയ കക്ഷികളുടെയും പ്രതിഷേധങ്ങളെ തുടർന്നാണ് നടപടി. ഡോക്ടറെ അറസ്റ്റ് ചെയ്യാതെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി വിട്ടുനൽകില്ലെന്ന നിലപാടിലാണ് കുടുംബം. ആശുപത്രിയിലെത്തിയ ആരോഗ്യവകുപ്പിന്റെ വിദഗ്ധ സംഘം കുടുംബവുമായി സംസാരിക്കുകയാണ്. ഇപ്പോൾ RDO അവിടെ എത്തി. RDOയെ ബന്ധുക്കളും രാഷ്ട്രീയ നേതാക്കളും പ്രവർത്തകരുമടക്കം തടയുന്ന പശ്ചാത്തലം കൂടി അവിടെയുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. തുടർന്ന് RDO തിരിച്ചു പോവുകയാണോ എന്നുള്ള സംശയം കൂടി ഉണ്ട്. വലിയ പ്രതിഷേധം ആശുപത്രിയിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സാരംഗ് സുധാകരനുണ്ട്. സാരംഗ്, എന്താണ് സംഭവിക്കുന്നത്? രഞ്ജിത്ത്, ഇന്ന് രാവിലെ തൊട്ട് ആരംഭിച്ച ചർച്ചയിൽ യാതൊരുവിധ പുരോഗതിയില്ലാത്തതിൻ്റെ പേരിൽ ഇപ്പോഴും പല രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിഷേധം ഇവിടെ തുടരുകയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കണ്ടത് RDOയെ കോൺഗ്രസും BJP പ്രവർത്തകരടക്കം തടയുന്ന ദൃശ്യങ്ങളാണ്. അതായത് ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് യോഗത്തിന് ശേഷം ഇവിടെ നിന്നും മാറാൻ, അതായത് ആശുപത്രിയിൽ നിന്നും പോകുന്ന RDOയെ ജയകുമാറിനെ തടയുന്ന ദൃശ്യങ്ങളാണ്. പുറത്തേക്ക് വിടില്ല, ഇതിലൊരു കൃത്യമായൊരു തീരുമാനം എടുത്താൽ മാത്രമേ, കൃത്യമായി നടപടി ഉണ്ടായാൽ മാത്രമേ, അതായത് സസ്പെൻഡ് ചെയ്യുക, അതിനൊപ്പം തന്നെ ക്രിമിനൽ കുറ്റം ചുമത്തുക, ഒപ്പം ഇതിനു മുൻപും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് വിധേയമായിരുന്നു ഈ ഒരു ഡോക്ടർ എന്നാണ് കുടുംബവും ഒപ്പം രാഷ്ട്രീയ കക്ഷികളടക്കം ഉന്നയിക്കുന്നത്. കേവലം ഒരു സ്ഥലമാറ്റം നടപടിയിൽ മാത്രം ഒതുക്കാൻ സാധിക്കില്ല എന്നതാണ് ഇപ്പോൾ പ്രധാനമായും പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത്. കുടുംബവുമായി DMOയും ഒപ്പം RDO അടക്കം ചർച്ച നടത്തിയിരുന്നു. ഒപ്പം ഈ ഒരു ആരോഗ്യവകുപ്പ് ചുമതലപ്പെടുത്തിയ വിദഗ്ധ സംഘം, മൂന്ന് ഡോക്ടറുടെ വിദഗ്ധ സംഘം ഇവിടെ എത്തിയിട്ടുണ്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താൻ. അതിനൊപ്പം തന്നെയാണ് സമാന്തരമായി സൂപ്രണ്ടും DMOയും ഒപ്പം RDOയും ചേർന്നുകൊണ്ട് കുടുംബത്തിനോടൊപ്പം ചർച്ച നടത്തിക്കൊണ്ടിരുന്നത്. അതിനിടയിലാണ് RDO പുറത്തേക്ക് എത്തിയത്. അപ്പോൾ ഇവിടെ നിന്നും പോകാൻ കഴിയില്ല, ഇതിലൊരു നടപടി എടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ വഴി തടഞ്ഞത്. ഒപ്പം പുറത്തേക്ക് വാഹനത്തിൽ കടക്കാൻ പോലും സമ്മതിക്കില്ല എന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തെ ഈ ഒരു ആശുപത്രിക്കകത്ത് തന്നെയുള്ളൊരു കെട്ടിടത്തിനകത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. പ്രതിഷേധങ്ങൾക്ക് ഒരു ശമനം വന്നതിന് ശേഷം മാത്രമായിരിക്കും അദ്ദേഹം ഇവിടുന്ന് മാറുക എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്ഥലംമാറ്റ നടപടി ഉണ്ടായിട്ടും അതിൽ തൃപ്തരല്ല കുടുംബവും ഈ ഒരു രാഷ്ട്രീയ കക്ഷികളും. ഇതിൽ കൃത്യമായി കർശന നടപടി ഉണ്ടാകണം. കാരണം ഇതിന് മുൻപും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് ആരോപിക്കുന്നത്. ഇതിലൊരു കുഞ്ഞിനെ, അതായത് 36 വയസ്സുള്ള യുവതിയുടെ കുഞ്ഞിനെയാണ് നഷ്ടപ്പെട്ടത്. വളരെ കാലം കാത്തിരുന്നുകൊണ്ട് ലഭിച്ച ഒരു കുട്ടിയാണ്. ഒപ്പം തന്നെ അതിലാണ് ഒരു വലിയൊരു പ്രതിഷേധം, കുടുംബത്തിന്റെ പ്രതികരണം. ഇത്രയും നേരമായിട്ട് ഇവരൊന്നും ചെയ്യില്ല. ആ കിടക്കുന്ന ആ സ്ഥാനത്തിന് ഞാൻ എന്തിനു കേട്ടെന്ന് പറയും. അങ്ങനെ പോവുള്ളൂ. നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന ആരും എന്റെ കൂട്ടുകാരൊന്നുമല്ല, എന്റെ ബന്ധുക്കൾ തന്നെ മൊത്തം വന്നിരിക്കുന്നത്. എന്റെ കൊച്ചിന് 108-നും വരാനുള്ള ആൾക്കാരാണ് മൊത്തം ഇവിടെ വന്ന് നടക്കുന്നത്. അവർ കൊന്നു തന്നിട്ട് പോയിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാനേ എടുത്തിട്ടില്ല. അപ്പൊ കുടുംബം എന്തുകൊണ്ടാണ് അതിൽ അങ്ങനെ ഒരു നിലപാടെടുക്കുന്നത്? അത് പിന്നെ ഒന്നാമതായിരുന്നു, നമ്മൾ എത്ര പ്രാവശ്യം പോയി ഹസ്ബൻഡിനെ കൊണ്ടുപോകും. കാര്യം എന്ന് പറയുമ്പോൾ നാളെ ഇതേപോലെ ഒരു നടക്കില്ല, പ്രാർത്ഥന പോലെ. എന്റെ കുട്ടി തന്നെ പോയി, പക്ഷെ നാളെ ഇതേപോലെ പ്രാർത്ഥന പോലെ നടക്കാനേ പാടില്ല. 24 മണിക്കൂറോട് അടുക്കുകയാണ്. ഇപ്പോൾ സൂപ്രണ്ടുമായി നടത്തിയ ചർച്ചയിൽ എന്താണ് സൂപ്രണ്ട് പറയുന്നത്? അവർക്കൊന്നും ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ സംഭവമില്ല. അത് ഷീറ്റിൽ ഇരിക്കുന്നുള്ള മാത്രമേ ഉള്ളൂ. കോള് വരുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. ആ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോണ്ടല്ല പോലീസുകാരൻ ഉൾപ്പെടെ അതിനകത്ത് നിൽക്കുകയാണ്. ആ കറണ്ട് പോയപ്പോണ്ടല്ല പാർട്ടിക്കാരെല്ലാം നിൽക്കുക. ചിലപ്പോൾ അതിനകത്ത് ഒരു അടി നടന്നുകൊണ്ടല്ലേ പെട്ടെന്ന് ഒരു കറണ്ട് വരാനുള്ള ഇതില്ല അതിനകത്ത്. പൈസ വാങ്ങിക്കാൻ വേണ്ടി കഴിവുണ്ട്. പൈസ ഈ ഡോക്ടറുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് ഡോക്ടറുടെ മുറിയിലെത്തി പണം നൽകിയെന്ന് കുടുംബം പറയുന്നുണ്ട്. എങ്ങനെയാണ് പണം നൽകിയിട്ടുണ്ടോ? ഡോക്ടർ പൈസ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ചാനലുകാർ ചോദിക്കൊണ്ട് പറയണതല്ല, പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട്. എത്ര രൂപ ഡോക്ടറുടെ മുറിയിലെത്തിയാണോ പണം നൽകിയത്? മുറി തന്നെ കൊടുത്തത്. 2 പ്രാവശ്യം കൊണ്ട് കൊടുത്തു. ഡോക്ടർ ആവശ്യപ്പെട്ടിട്ടാണോ പണം? അങ്ങനെ തന്നെയാണ്. അവിടെ നിന്ന് എല്ലാവരും പറഞ്ഞിട്ടില്ല ഇത്ര വെച്ച് ഫീസ് വെച്ച് കൊടുക്കുന്ന ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ. എത്ര രൂപയാണ് നൽകിയത്? 2 പ്രാവശ്യം റൂമിൽ പോയിട്ടുള്ളത്. പിന്നോടല്ല ഇവിടെ ഈ ആശുപത്രിയിൽ വന്നിട്ടാണ് കണ്ടിട്ടുള്ളത്. എത്ര രൂപയാണ് ഡോക്ടർ ആവശ്യപ്പെട്ടത്? ഞാൻ 5000 രൂപ കൊടുത്തിട്ടുണ്ട്. മുറിയിലാണ്? മുറിയിൽ ഡോക്ടർ ആവശ്യപ്പെട്ടിട്ടാണ് കൊടുത്തത്. എന്നിട്ടുണ്ടല്ലോ ഇവിടെ കിടന്നതിന് ശേഷം ഇന്നലെ കൊണ്ടുപോയിട്ടുണ്ടല്ലോ. ഇപ്പം പ്രസവം നടക്കും. 12 മണിന്ന് പറഞ്ഞവരാണ് പറഞ്ഞോണ്ടല്ലേ. എന്നിട്ട് അവിടെ നിന്നുള്ള പെട്ടെന്ന് ആംബുലൻസിൽ ഓടിച്ചുകൊണ്ട് അവിടെ കയറ്റിയിട്ട് ചെന്ന് കയറുന്ന മുമ്പേ പ്രസവം കഴിഞ്ഞു. എൻ്റെ മാമിയുടെ തുണിയും മാറ്റി പ്രസവം കഴിഞ്ഞ് ഡീസൻ്റായി. എന്നിട്ട് ഞാൻ കയറിപ്പോയി പറയാണ്, മോനെ ഞാനല്ല പ്രസവം എടുത്തത്, ഞാനല്ല മോനെ പ്രസവം എടുത്തതെന്ന്. അപ്പം ചത്ത കൊച്ചിനെ കണ്ട അറിഞ്ഞുകൂടി. ഞാൻ പ്രായമില്ലാത്തവനാ, മണ്ടനായി. എന്നിട്ട് അപ്പം ആ കൂടെ നിന്ന ഡോക്ടർമാരും പിന്നെ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വല്ല കുഴപ്പമുണ്ടാ
എന്ന് ചോദിച്ചാൽ ഭാര്യയ്ക്ക് ഒരു കുഴപ്പമില്ല. അപ്പം പിന്നെ ഈ പ്രസവം എടുത്ത കാര്യം ഞാൻ ചോദിച്ചപ്പോഴത്തേക്കാണ് എന്താ പറയണത്, അവർ തന്നെയാണ് ആ കൂടെ നിൽക്കണവർ, ആ കൂടെ വർക്ക് ചെയ്യണവരെ ചതിക്കണവരാണ്. അപ്പം പിന്നെ എന്നെ ഭാര്യയും ചതിച്ചിട്ടില്ലേ? കുഞ്ഞിന്റെ മൃതദേഹം ഇതൊരു പോസ്റ്റ്മോർട്ടത്തിന് എടുത്തിട്ടില്ല. അപ്പോൾ ഇനി കുടുംബം മുന്നോട്ട് എങ്ങനെയാണ്, എന്താണ് തീരുമാനം? ഇതിന്റെ കാര്യം എന്ന് പറയുമ്പോൾ ഇതേപോലത്തെ ഒരു ചാനലുകാർ കൂടണ്ട, ഈ ആശുപത്രിക്കകത്ത് സെറ്റ് ആവട്ടെ ആദ്യം. ഉപയോഗമുള്ളവരുണ്ടല്ലോ നോക്കട്ടെ, എന്നിട്ട് എൻ്റെ കൊച്ചിനെ കൊണ്ടുപോകാം. എനിക്ക് ആദ്യമായിട്ടുള്ള കൊച്ചാണ്. എന്താണെന്ന് ഇത്രയും ടൈം കഴിഞ്ഞില്ലേ, വിഷമമായി. ഓക്കെ, ശ്രമിച്ചില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇന്നലെ രാത്രിയൊക്കെ ഞാൻ എൻ്റെ ഭാര്യയും കൊണ്ടല്ല ആ കൊച്ചിൻ്റെ കരച്ചിലെല്ലാം കേട്ടിട്ടുണ്ടല്ലോ, ആ കിടക്കണ കൊച്ചുങ്ങളെ കരച്ചിലെല്ലാം കേട്ടിട്ടുണ്ടല്ലോ. നമ്മൾ പാതി പേരെ സെറ്റായിട്ടുണ്ട് ഇപ്പോൾ. ഇപ്പം അവർക്ക് എണിക്കാൻ പറ്റില്ല. പോട്ടെ, എൻ്റെ ഭാര്യ ഉണ്ടല്ലോ പിന്നെ സുഖപ്രസവൻ്റെ ആ വേദന അവിടെ നിന്ന് ഇനിമ കൊടുത്തെല്ലാം അനുഭവിച്ചിട്ട് സിസേറിയൻ പോട്ടെ. ഞാനൊരു അമ്മേനെ വയറ്റും ജനിച്ചാണ്, സാഹചര്യമുണ്ട്, എല്ലാവരും ഉണ്ട്, കൂട്ടുകാരൻ എല്ലാവരും ഉണ്ട്. അപ്പോഴത്തേക്കുണ്ടല്ലോ ഈ വേദന ഉണ്ടല്ലോ സിസേറിയനൊക്കെ ചെയ്യുമ്പോഴത്തേക്കല്ലേ നിൽക്കണം, നിങ്ങൾക്ക് അറിയാലോ. പിന്നെ അങ്ങനെയൊന്നുമില്ല. കാരണം വെച്ചാൽ പുള്ളിക്കാർ പറഞ്ഞത് തിങ്കളാഴ്ചയൊക്കെ വന്നപ്പോഴത്തേക്ക് പറയുന്നത് കാര്യം എന്ന് പറയാമോ, നമ്മളിവിടെ അഡ്മിറ്റ് ചെയ്യാൻ വിളിച്ചതല്ല, അവിടെ നിന്ന് പിന്നെ സ്കാനിങ് എടുത്തിട്ട് വന്നിട്ട് പോയി. പിന്നെ വന്നപ്പോൾ ഉണ്ടല്ലോ ഞാൻ ഭാര്യയും കൂടെ സന്തോഷമായിട്ട് കുതിരക്കുട്ടിയെ പോലെ ഓടിച്ചാടി വന്നോളാം. 2 ദിവസം കൊണ്ട് പ്രസവം. അങ്ങനെയുള്ള കയറ്റി കിടത്തി വെളുപ്പങ്കാൽ 4 മണിയായപ്പോഴത്തേക്ക് പ്രസവം ഉണ്ടെന്ന് പറഞ്ഞു കൊന്നു തന്നു. അത്രേ ഉള്ളൂ. ഈ ഡോക്ടർ ഒരു തവണ മാത്രമാണോ പൈസ ആവശ്യപ്പെട്ടത്? 2 പ്രാവശ്യമായിട്ടാണ് കൊടുത്തത്. 2 പ്രാവശ്യം 5000 വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ടോട്ടൽ എത്ര രൂപ ഡോക്ടറിന് കൊടുത്തിട്ടുണ്ട്? 15,000 കൊടുത്തിട്ടുണ്ട്. 5000 ഡോക്ടറിന്റെ മുറിയിലെത്തിയാണ്? അല്ല, മുറിയിൽ വെച്ചാണ് കൊടുത്തത്. അല്ല, അങ്ങനെ പിന്നെ അവിടെ മുറി പിന്നെ നമുക്ക് ഇവിടെ തരില്ല. നമ്മൾ ആദിവാസികളാണ്. കാരണം വെച്ചാൽ നമുക്ക് ഫ്രീ ആണെന്നാണ് എല്ലാം പറയണത്. ചെല്ലുമ്പോഴത്തേക്കൊണ്ടല്ലേ എഴുതി തരണത് വെളിയിൽ. ഇതിന് മൊത്തം സ്കാനിങ്ങിന് എല്ലാത്തിനും പൈസ അടയ്ക്കുന്ന നമ്മളാണ്. എന്തോ മുറി കിട്ടുന്നതിനല്ല, അവിടെ പിന്നെ നമ്മളിവിടെ കാണിക്കില്ല. ഡോക്ടർ ചികിത്സ നൽകുന്ന സ്വകാര്യ മുറിയിൽ വെച്ചാണ്. ആ, റൂമിൽ ചെന്ന് കാണുന്നവരെ മാത്രമേ ആ തരത്തിലുള്ള ട്രീറ്റ് ചെയ്യൂ. ഓക്കെ, വാങ്ങിയായിരുന്നു കുഴപ്പമില്ല. കാര്യം എന്ന് അറിയാമോ, പക്ഷെ അവർ ഒരു മാന്യത കാണിക്കണമല്ലോ. കൊച്ചിനെ കൊന്നിട്ടും വീണ്ടും പറയുന്നറിയാം ഞാനല്ല ചെയ്തത്, ആ കൂടെ നേരം ചതിച്ചു. സാരംഗ് വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. സാരംഗ്, ഗുരുതരമായ ആരോപണങ്ങളാണ്. പണം നൽകിയെന്ന അടക്കമുള്ള കാര്യങ്ങൾ ആരോപണമായി ഈ പിതാവ്, കുട്ടിയുടെ അച്ഛൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. ബന്ധുക്കളൊപ്പമുണ്ട്, പാർട്ടി രാഷ്ട്രീയ നേതാക്കളുണ്ട്. ഏതായാലും കാര്യങ്ങൾ കുറച്ചുകൂടി കടുപ്പിക്കുകയാണല്ലേ? അതെ, തീർച്ചയായും രഞ്ജിത്ത്, ഈ ഒരു വിഷയത്തിൽ, അതായത് ഇതിനൊരു കുടുംബത്തിനും ഈ ഒരു അവസ്ഥ വരാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ വാക്കിൽ തന്നെ വ്യക്തമാണ്. വളരെ വൈകി കിട്ടിയ ഒരു കുട്ടിയായിരുന്നു. അതിൽ ഒരു ചെറിയൊരു അശ്രദ്ധ അല്ലെങ്കിൽ ഒരു ചികിത്സാ പിഴവ് മൂലമുണ്ടായ പിഴവിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിയെ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമായിട്ടാണ് കണക്കാക്കുന്നത്. അത് മാത്രമല്ല, ഇതിനു മുൻപും ഇത്തരത്തിലുള്ള സമാനമായിട്ടുള്ള പല ആരോപണങ്ങളും ഈ ഡോക്ടർക്ക് നേരെ ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനു മുൻപും ഉണ്ടായ ഒരു ശസ്ത്രക്രിയയുടെ ഭാഗമായുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന യുവതി പരാതിയുമായി ആരോഗ്യവകുപ്പിന് മുൻപാകെ എത്തിയിരുന്നു എന്നടക്കമുള്ള വിവരമുണ്ട്. എന്ത് തന്നെയായാലും ഇപ്പോൾ സ്ഥലം മാറ്റ നടപടിയിൽ മാത്രം ഒതുക്കാൻ കഴിയില്ല. ഇതിൽ കൂടുതൽ കർശനമായ നടപടികൾ ഉണ്ടാകണം. എന്നാൽ മാത്രമേ ഈ ഒരു പോസ്റ്റ്മോർട്ടം നടപടികളൊപ്പം തന്നെ ഇൻക്വസ്റ്റ് നടപടികളുമായി സഹകരിക്കാൻ കുടുംബം തയ്യാറാകൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ത് തന്നെയായാലും ചർച്ച വീണ്ടും പുരോഗമിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം കുടുംബവുമായി DMOയും RDOയും ഇപ്പോൾ ചർച്ച നടത്തിയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ച ഇനിയും ഉണ്ടാകും. ചർച്ച ചെയ്തൊരു ഈ ഒരു വിഷയത്തിലൊരു തീരുമാനമുണ്ടായാൽ മാത്രമേ അതിൻ്റെ തുടർ നടപടികൾ, അതായത് പോസ്റ്റ്മോർട്ടം ആയിക്കോട്ടെ, കേസിലെ വിദഗ്ധ സമിതിയുടെ അന്വേഷണം ആയിക്കോട്ടെ, അതിലെല്ലാം മുന്നോട്ട് പോകണമെങ്കിൽ ഇതിൽ ചർച്ചയിൽ സമവായത്തിലെത്തിയാൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തിൽ ഒരു പരിഹാരത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. രഞ്ജിത്ത്, ശരി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.